ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നാത്തൂനിക്ക് കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കണം. എനിക്ക് വയറുവേദനയാണ്, ഭയങ്കര വയറുവേദന. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ച്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്. അത് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്. ഒരു ഗ്യാസിൻ്റെ ഗുളികയാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് മാക്സിമം അമർത്തുക. അപ്പോൾ വന്നതിന് ശേഷം ഞങ്ങൾ ഉപ്പേരിക്ക് കോവക്ക ഉണ്ട്, അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ഒരു കോവക്ക കഴുകി വൃത്തിയാക്കി കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ കോവക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, പെരുന്നാൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ അതാ തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്ത് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ചട്ടിയിലേക്ക് കോവക്ക വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഈ ക്രഷ് ചെയ്ത തേങ്ങയും പച്ചമുളകും അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കോവക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചക്ക് ഇന്ന് കഴിച്ച ലഞ്ചാണ് കേട്ടോ അത്. പപ്പടം, സാമ്പാർ, ഉണക്കമീൻ, കോവക്ക ഉപ്പേരി, അച്ചാർ. പിന്നെ രാത്രിയിൽ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈരും ഇതിലേക്ക് ഉള്ളിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, സുഹറ മറിയം എന്നാണ്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിയിലത്തെ ഡിന്നർ. അപ്പോൾ പുതിയൊരു വിശേഷവുമായിട്ട് നാളെ കാണാം.